നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോഴും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കൂടാതെ നിങ്ങൾ ഓരോന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓരോ തരത്തിൽ ഓരോ ടിപ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. ഓരോ ടിപ്സ് ഉപയോഗിക്കുന്നത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ മൈലാഞ്ചി നെല്ലിക്കപ്പൊടി വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. അത് ആഴ്ചയിൽ ഇനി നമുക്ക് വേറെ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. മുടി നല്ല ഭംഗിയിൽ വളരും. കണ്ടോ, ഇത് മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ മുടി കണ്ടോ. ഇടയ്ക്ക് ഞാൻ ഡൈയും ചെയ്യാറുണ്ട്. അപ്പം ഒരുവിധം കളറും കിട്ടും നമുക്ക്. എന്നാലും ഈ ഈ ഈ മൈലാഞ്ചി നെല്ലിക്കപ്പൊടി ഇടുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ദിവസം മുടി പോണത് എണ്ണി നോക്കിക്കോളൂ എത്രയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് തലയിൽ തേക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് തേക്കുന്നതെങ്കിൽ പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ തേക്കുക. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ തേക്കുക. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം നമുക്കിത് തേക്കാൻ പറ്റിയാൽ മുടി കൊഴിച്ചിൽ ഗ്രാജുവലി നിങ്ങൾ അത് കഴിഞ്ഞ് എണ്ണി നോക്കാം. നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഈ മുടി കൊഴിച്ചിൽ എത്രത്തോളം ഉണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് എണ്ണി നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല വ്യത്യാസം ഉണ്ടാവും മുടിക്ക് കേട്ടോ. അപ്പം ജെല്ലായിട്ടും ഓയിലായിട്ടും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തലേ ദിവസം ഒന്ന് കലക്കി വെച്ചാൽ മതി പേസ്റ്റാക്കി. കാരണം രാവിലെ എണീറ്റ് ഇനി കലക്കാനൊന്നും നേരം കിട്ടിയില്ലെങ്കിൽ രാത്രി കലക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളുടെ ജോലി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ മതി നമുക്ക് തേച്ച് പിടിപ്പിച്ച് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ജോലി ചെയ്യുക. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി എണ്ണം കൊഴിച്ചിൽ പോകുന്നത് നിങ്ങൾക്ക് എണ്ണി നോക്കി അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മുട്ടയുടെ വെള്ളയുടെ കാര്യം പറഞ്ഞല്ലോ, അതും വളരെ സൂപ്പറാണ് കേട്ടോ. മുടി എല്ലാം ഓരോ ടിപ്പ് ഓരോ തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മുടിക്ക് ചെറിയ രീതിയിൽ ഒരു ബീറ്റ്റൂട്ട് കളർ കൊടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ, ഇപ്പോൾ നല്ല ബ്ലാക്ക് വേണ്ട അല്ലേ, മുടിയൊക്കെ ഇങ്ങനെ കളറിങ് ആണ്. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് മുടി കളർ ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയട്ടെ. അതിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് എടുക്കാം. ബീറ്റ്റൂട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ ഒരു കുഴമ്പ് പാകത്തിൽ വരും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്രയും മൈലാഞ്ചിപ്പൊടി ഒരു 2-3 സ്പൂൺ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചോളൂ. മുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ബീറ്റ്റൂട്ടിലും പ്രോട്ടീൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ പ്രോട്ടീൻ കണ്ടൻസ് ഉള്ള കണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, മുടി വളരുകയും ചെയ്യും. പിന്നെ ലൈറ്റ് വയലറ്റ് കളർ കിട്ടുകയും ചെയ്യും. ഡാർക്ക് അല്ല കേട്ടോ, ഒരു നേര് നമ്മൾ ഷെയ്ഡ് പോലെ തോന്നും. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വയലറ്റ് ഷെയ്ഡായിട്ട് തോന്നും. നല്ല വയലറ്റ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ചെറിയ രീതിയിലുള്ള ഒരു കളറിങ് ബീറ്റ്റൂട്ട് കളർ കിട്ടും. അപ്പോൾ അത് മുടി വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ തേക്കാറുണ്ട്. ഇതുപോലെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അല്പം മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ട് തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുടിക്ക് ചെറിയ രീതിയിൽ ഗ്ലേസിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ രീതിയിൽ വയലറ്റ് കളറ് മുടിക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ ബീറ്റ്റൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ബീറ്റ്റൂട്ട് ഡൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബീറ്റ്റൂട്ട് പൊടി മേടിച്ച് ചിലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ സൂപ്പറാണ് നമുക്ക് ഈ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ബീറ്റ്റൂട്ട് എടുത്തിട്ട് നമ്മൾ മൈലാഞ്ചി മിക്സ് ചെയ്ത് തേച്ച് നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് തേച്ച് നോക്കിക്കോളൂ. മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, മുടി വളരുകയും ചെയ്യും. ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് അധികം വെള്ളം ചേർക്കാണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് കോട്ടൺ തുണിയിൽ വേണം പിഴിഞ്ഞെടുക്കാൻ കേട്ടോ.
പിഴിഞ്ഞെടുത്ത വെള്ളത്തിൽ വേണം മൈലാഞ്ചിപ്പൊടി ചേർക്കാനായിട്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങ കൂടി ചേർത്ത് പിഴിയാം കേട്ടോ. നാരങ്ങ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം. കാരണം ഈ നാരങ്ങ തേച്ച് കഴിയുമ്പോൾ അത് താരനും നല്ലതാണ്. പിന്നെ അത് ഈ പേനൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ സിറപ്പ് തേച്ച് നമ്മൾ ഈ പാക്കിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചൊറിച്ചിൽ പോലെ തോന്നും. ഈ ചെറുനാരങ്ങ അതായത് തലമുടിയിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പേനും താരനൊക്കെ ഉണ്ടെങ്കിൽ അത് ആസിഡ് ആണല്ലോ. അപ്പോൾ ഇരിക്കാൻ പറ്റില്ല. പേനിനൊന്നും ഇരിക്കാൻ പറ്റാതെ കിടന്ന് ഓടുമ്പോൾ നമുക്ക് നല്ല ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമുക്ക് വേണമെങ്കിൽ മാത്രം ചെറുനാരങ്ങ തേച്ചാൽ മതി കേട്ടോ. സാധാരണ ആൾക്കാർ ചെറുനാരങ്ങയൊക്കെ തേക്കും താരൻ പോവാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാക്ക് ചെയ്യാം. നമ്മൾ ഹെയർ ഡൈയിൽ പകുതി നാരങ്ങ പിഴിയുന്നുണ്ടല്ലോ, അതുപോലെ കേട്ടോ. അപ്പൊ ഇത് തേച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കൂടുതൽ നേരം നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ നീർപ്പിടുത്തമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രാസ്നാദിപ്പൊടി നിറയെ തിരുമ, അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയുടെ ജ്യൂസ് എടുക്കുക, ചൂടാക്കിയിട്ട് അതിൽ രാസ്നാദിപ്പൊടി തിരുമ കേട്ടോ, മിക്സ് ചെയ്തിട്ട് അതും തിരുമ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ. അത്രയും ഭംഗിയായിരിക്കും മുടി കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് ഉള്ള കളർ കിട്ടുകയും ചെയ്യും, മുടിക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ സിൽക്കി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും മുടി കേട്ടോ. മൈലാഞ്ചി ചേർക്കുമ്പോൾ തന്നെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ പിന്നെ നല്ലൊരു മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രോട്ടീൻ കൂടി കിട്ടും. മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പല പല ഗുണങ്ങൾ നമുക്ക് കിട്ടും. പണ്ടേ ആയുർവേദത്തിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരെണ്ണത്തിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും അത് പല അസുഖത്തിനും ഗുണം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ടും മൈലാഞ്ചിയും ചേർത്തുള്ള പാക്ക് സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പം അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ യൂറിൻ പാസ് ചെയ്യുക ഡേ ടൈമിൽ, പിന്നെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, ശരീരത്തിന് ചൂട് കൂടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജ്യൂസുകളായിട്ട് ബീറ്റ്റൂട്ടോ ക്യാരറ്റൊക്കെ ജ്യൂസായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ചില സംഭവങ്ങൾ ചില ബോഡിക്ക് നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫുഡുകളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചിലവർക്ക് വെള്ളരിക്കയുടെ ജ്യൂസ് പറ്റില്ല, ചിലവർ വെള്ളരി ജ്യൂസ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. ചിലർക്ക് കുക്കുംബർ പറ്റില്ല, കുക്കുംബർ പറ്റില്ല വെച്ചാൽ പ്രഷർ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്ന കേൾക്കാം. മറ്റേ അതുപോലെ തണ്ണിമത്തൻ, അപ്പോൾ അതൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ വേണം കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. ചിലർക്ക് ഗ്യാസ് ഫോം ചെയ്യും എന്നൊക്കെ പറയണ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് അലർജി ഇല്ലാത്ത, നിങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് അത് അലർജി ഉണ്ട്, അത് ഗ്യാസ് ഫോം ചെയ്യാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ ദശമൂല ജീരകാരിഷ്ടം എല്ലാവർക്കും നല്ലതാണ്, അതൊക്കെ പൊതുവെ എല്ലാവരും കഴിക്കുന്നതാണ് ഗ്യാസിനൊക്കെ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നെല്ലിക്കാരിഷ്ടം ഉപയോഗിക്കാം കുട്ടികൾക്ക് കേട്ടോ, വലിയവർക്ക് ഉപയോഗിക്കാം, ആരോഗ്യത്തിന് നല്ലതാണ്, ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം നമ്മൾ ആവശ്യപ്പെടാം കേട്ടോ. അല്ലാതെ നമ്മൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് തോന്നുന്ന വിധത്തിലൊന്നും അകത്തേക്കൊന്നും നമ്മൾ കഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാരെ ചില ഇതിലൊക്കെ കാണുമ്പോൾ അത് കഴിച്ചാൽ നല്ലതാണ്, ഇത് കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ ഓരോന്ന് പറയും. അപ്പോൾ നിങ്ങൾ വളരെ കെയർ ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനും ചെയ്യാനൊക്കെ. ഇത്തരത്തിലുള്ള ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് യാതൊരു തരത്തിലുള്ള കേടുകളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ.
ആയുർവേദ പൊടികൾ, അതുപോലെ ആയുർവേദ ചെടികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതൊന്നും നമുക്ക് തലമുടിക്കും ഒന്നിനും ഒരു കേടോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് നിങ്ങൾക്കത് തേക്കാവുന്നതാണ് കേട്ടോ. ഈ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കൂ കേട്ടോ. പല തരത്തിലുള്ള ആയുർവേദ പ്ലാന്റ്സ് ഉണ്ടല്ലേ, നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ മുക്കൂറ്റി ഉണ്ട്, പിന്നെ മുരിച്ചെവി ഉണ്ടാവും, പൂവാങ്കുരുന്നൽ ഉണ്ടാവും, കീഴാർനെല്ലി ഉണ്ടാവും. അപ്പോൾ കീഴാർനെല്ലി തേക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നല്ലത് തന്നെ. മുടിക്ക് തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. മുടിക്ക് തിക്നെസ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ 5 കൂട്ടം സംഭവം, 5 കൂട്ടം ഇല്ലെങ്കിലും 4 കൂട്ടം. ഇപ്പൊ താമരപ്പൂവിന്റെ കേസരം കിട്ടുന്നില്ല എങ്കിൽ മൈലാഞ്ചി, നെല്ലിക്ക, പിന്നെ എള്ള് കേട്ടോ, ഇരട്ടി മധുരം, ഈ 4ഉം ചേർത്ത് കഴിഞ്ഞാൽ മുടിക്ക് തിക്നെസ്സും ഉണ്ടാകും, നല്ലവണ്ണം മുടി വളരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 തവണ ഉപയോഗിക്കാവുന്നതാണ്. ശനിയാഴ്ച ഉപയോഗിച്ചാൽ പിന്നത്തെ അടുത്ത കഴിഞ്ഞുള്ള ശനി കഴിഞ്ഞാൽ പിന്നത്തെ ശനിയാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. ഞാൻ വേഗം വേഗം പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ സ്ലോ ആക്കാട്ടോ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുക. പിന്നെ എന്തിനും ഏതിനും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനിലേക്ക് സമർപ്പിക്കുക കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവണം. ഭഗവാനെ ഇതിലെപ്പോഴും ഗുണം ഉണ്ടാവണേ, എല്ലാം നന്മ ഉണ്ടാവണേ, കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് എന്തും നമ്മൾ ഈശ്വരനെ അർപ്പിച്ച് നിങ്ങൾ എന്തും മുന്നോട്ട് പൊക്കോളൂ കേട്ടോ. യാതൊരു തടസ്സമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. ഈശ്വരനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈശ്വരനെ എല്ലാം അർപ്പിക്കാം. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, കുറേ കാര്യങ്ങൾ ഈശ്വരനെ അർപ്പിക്കുക. അപ്പം എല്ലാത്തിലും നല്ല നേരായ വഴി കാണിച്ചു തരും കേട്ടോ. അപ്പം മനസ്സിനാണെങ്കിൽ ഒരു സമാധാനം വരും. ദുഷ്ടത അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചിന്തകൾ വരുത്താനായിട്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ടും, നല്ലത് സംസാരിക്കാനായിട്ടൊക്കെ നമുക്ക് ഈശ്വരനിലൂടെ നമുക്ക് സാധിക്കും. കാരണം ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ടല്ലേ, അതിനെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഈശ്വരൻ്റെ ഒരു പ്രസൻസ് നമ്മളുടെ ഉള്ളിലുണ്ടല്ലേ, അതുണ്ടാകുമ്പോഴും എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാനേ തോന്നുള്ളൂ. എപ്പോഴും ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീലിങ്സ് ചെയ്യാനോ നെഗറ്റീവ് തോന്നാനോ ഒന്നും നമുക്ക് ഇടവരത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എന്തിനും നമ്മൾ ഈശ്വരനെ അർപ്പിച്ച് വേണം മുന്നോട്ട് പോവാൻ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ അതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.